രാഷ്ട്രീയക്കാർ മിക്കവരും അങ്ങനെയാണ്. ആരും സ്വന്തം സ്വത്ത് വിവരങ്ങൾ പുറത്തു പറയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് മറച്ചു വെക്കാനുമാകില്ല, പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. 2007 തെരഞ്ഞെടുപ്പ് സമയത്ത് സത്യവാങ്മൂലത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്ത് 8 കോടിയോളം ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് 1000 കോടിയോളം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന കണക്ക്. ബാലകൃഷ്ണപിള്ള പരമ്പരാഗതമായി സ്വത്തുള്ളയാളാണ്. ലണ്ടനിലും കൊടൈക്കനാലിലുമായി കുറേയധികം സ്വത്തുവകകൾ അദ്ദേഹത്തിന് ഉണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്ക് കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് ഇപ്പോൾ മക്കൾ തമ്മിൽ അടിപിടി കൂടിയതിനു ശേഷമാണ് പുറത്തു വരുന്നത്. അത് ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. ഒടുവിൽ ആ യുദ്ധത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ജയിച്ചു. ആർത്തിമൂത്ത ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ ഉഷ മോഹൻദാസ് തോറ്റുപോയി. സഹോദരി ഉഷ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതലേ ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും. ഒരു ക്രമക്കേടും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. കോടതിയുടെ അന്തിമ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു. പൊതുജന മധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചിഴക്കേണ്ടിയിരുന്നോ എന്ന് പ്രശ്നമുണ്ടാക്കിയവർ പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മാധ്യമങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ചു. താനൊരു ദൈവവിശ്വാസിയാണ്. മന്ത്രിയാവുക എന്നതല്ല ഒരാളുടെ ജീവിതത്തിലെ അന്തിമ ലക്ഷ്യമെന്നും സമാധാനത്തോടെ ജീവിക്കുക എന്നാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ വ്യാജമാണെന്ന് കാട്ടി സഹോദരി ഉഷ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലത്ത് ആരോഗ്യനില മോശമായിരുന്നുവെന്നും ആ സമയത്ത് ഗണേഷ് കുമാർ വ്യാജ ഒപ്പിട്ട് സ്വത്ത് കൈക്കലാക്കിയെന്നുമായിരുന്നു സഹോദരി ഉഷയുടെ ആരോപണം. കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയാണ് വിൽപത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചത്. എന്നാൽ ഒപ്പ് വ്യാജമാണെന്ന വാദം തള്ളിയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിൽപത്രത്തിലെ ഒപ്പുകൾ ബാലകൃഷ്ണപിള്ളയുടേതെന്ന് കാട്ടി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.